എങ്ങോട്ടാ കൊണ്ടുപോകണം സാർ? അങ്ങനല്ല, ഞങ്ങൾ വിളിച്ച് പറയണോ? എന്താ അഡ്വക്കേറ്റ് വല്ലതും വിളിക്കണോ? അങ്ങനല്ല, എന്താ അറിയാമോ, എനിക്ക് തിരിച്ച് 7 മണിക്ക് ചർച്ചയുണ്ട്. തിരിച്ചതിന് മുമ്പിൽ എത്താൻ പറ്റും. ഈ സീൻ നമ്മുടെ രാഹുൽ ഈശ്വർ, അതായത് നിങ്ങളെല്ലാം ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. ഇന്നലെ നമ്മുടെ രാഹുൽ ഈശ്വറിനെ മറ്റേ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ അറസ്റ്റിന് തൊട്ട് മുന്നോട്ട് രാഹുൽ എടുത്ത വീഡിയോ ആണിത്. ബാക്കിയും കൂടെ നമുക്കൊന്ന് കാണാം. എന്റെ വണ്ടി വരാമോ? എന്നാ ഇറങ്ങി. ലാപ്ടോപ്പ് ഓഫീസിലാണ്, ടെക്നോ പാർക്ക്. പക്ഷെ ഇന്ന് അടപ്പാ. ഇന്ന് സാർ ഹലോ. നിങ്ങൾ ഓർക്കണം, ഈ രാഹുലിനെ ഇത് അറസ്റ്റ് ചെയ്തത് അതായത് സത്യങ്ങളൊന്ന് വിളിച്ച് പറഞ്ഞതിന്റെ ബേസിസിലാണ്. അതായത് പുള്ളിക്കാരൻ എന്തിനാ ഇന്നലെ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ അത് സത്യത്തിന്, അതായത് പുള്ളിക്കാരൻ ഇന്നലെ മറ്റേ പെൺകുട്ടിയെ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറെ ഇഷ്യൂസിൽ ആ പെൺകുട്ടിയെ കുറച്ച് സത്യങ്ങൾ വെളിപ്പെടുത്തി. ആ ബേസ് ചെയ്തിട്ടുള്ള പരാതിയിലാണ് പുള്ളിക്കാരനെ പൊക്കിക്കൊണ്ട് പോയത്. അതായത് പുള്ളിക്കാരൻ ഇന്നലെ ഇത് എടുത്തത് പുള്ളിക്കാരൻ്റെ ഒരു സെൽഫ് ഡിഫെൻസ് പോലെ പുള്ളിക്കാരൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പുള്ളിക്കാരൻ്റെ ലാപ്ടോപ്പ് പ്രത്യേകിച്ച് ചോദിക്കുന്നുണ്ട്. അതായത് ലാപ്ടോപ്പ് എടുത്തോളാൻ പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ലാപ്ടോപ്പ് ഓഫീസിലാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ്റെ ഇതിന് ലാപ്ടോപ്പ് ഉണ്ട്. ഞാൻ എന്തായാലും പോലീസുകാർ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. പോലീസുകാർ വീട്ടിൽ വന്നിരിക്കുകയാണ്. പോലീസുകാർ വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ്. അതിനുവേണ്ടിയാണ് ഇവർ വന്നത്. എൻ്റെ ലാപ്ടോപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പം തന്നെ എടുത്ത് മാറ്റട്ടെ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ, അതായത് എന്താ പരാതിയെന്നും കാര്യങ്ങളും അറിയില്ല. ഞാൻ അഥവാ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. 7 മണിക്കോ 8 മണിക്കോ ഒക്കെ നമ്മുടെ ഇതിൽ ചർച്ചയുണ്ട്. അപ്പോൾ തിരിച്ച് വന്നില്ലെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്യും. ഇതെന്തറിയോ, ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണ്. നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുമോ എനിക്ക് സംശയമുണ്ട്. നമുക്ക് എന്തായാലും കാണാം. ഇപ്പൊ നിലവിൽ പുള്ളിക്കാരനെ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇത് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തതിന് തൊട്ട് മുന്നായിട്ട് എടുത്ത വീഡിയോ. ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഈശ്വർ ചെയ്ത തെറ്റെന്താ ശരിക്കും പറഞ്ഞാൽ? അതായത് ഈ മീഡിയാസിലും മറ്റേ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ വന്നിട്ട് സത്യങ്ങൾ വിളിച്ചു പറയുന്നതിൻ്റെ ആണോ തെറ്റ്? അതായത് ഇവര് പറയുന്നുണ്ട്, അതായത് രാഹുൽ മാങ്കൂട്ടം, അതായത് ഇവര് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 1 മാസം എങ്ങനെ ഒരു പെൺകുട്ടി, ഇവരുടെ ഈ 2 പേരുടെ മ്യൂച്വൽ ഒരു ഇതില്ലാണ്ട്, പെർമിഷൻ ഇല്ലാണ്ട് എങ്ങനെയാണ് 1 മാസം അടുപ്പിച്ച് ഇവർ ഇത് ചെയ്യുന്നത്? അതെനിക്ക് അറിയാൻ പാടില്ലാത്ത ഒരു വട്ടം. ഇപ്പോൾ റേപ്പ് എന്നൊക്കെ പറയുന്നത് 1 ടൈം ആണെങ്കിൽ ഓക്കെ. ഇത് 1 മാസം ഈ പെൺകുട്ടിയുടെ കൺസേണും ഇവരുടെ ചാറ്റ്സും ഇതും എല്ലാം ഉണ്ടായിട്ട് അത് എങ്ങനെയാണ് അതൊരു പീഡനമായി മാറുന്നത്? എനിക്കറിയാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പെൺകുട്ടിക്ക് ഒരു ഹസ്ബൻഡ് ഉണ്ട്. അത് എന്തുകൊണ്ട് ഈ പെൺകുട്ടി രാഹുൽ ഈശ്വറിന്റെ അടുത്ത് അതായത് ഒളിപ്പിച്ചു വെച്ചു? ആ റീസൺ എന്തുകൊണ്ട് ഒളിപ്പിച്ചു? അതും നമ്മുടെ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കാണാം. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. രാഹുൽ ഈശ്വറിന്റെ ഒരു വീഡിയോ ഉണ്ട്, അത് നമുക്ക് കാണാം. തെളിവുകളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പെൺകുട്ടി, ഇത് പെൺകുട്ടി, ആ പെൺകുട്ടി വർക്ക് ചെയ്തിരുന്ന ചാനൽ ഗൂഢാലോചന നടത്തിയെന്നും ആ ചാനലിൽ ഈ പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞുവെന്നും അതിന്റെ ഓഡിയോ ക്ലിപ്പുകൾ തന്റെ ഉണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം പല തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചു. ഈ തെളിവെന്ന വാക്ക് ഉപയോഗിക്കുന്ന രാഹുൽ ഈശ്വർ ആണോ? അല്ല. ആ തെളിവെന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഏഷ്യാനെറ്റ് അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങളാണ്. ലൈംഗിക പീഡന കേസ് നൽകിയ യുവതിക്കെതിരെ കൂടുതൽ തെളിവുകളുമായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വരുന്നു. ഗർഭചിത്രം സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയതെന്ന് സ്ഥാപിക്കാനുള്ള രേഖയാണ് ഇപ്പോൾ ജില്ലാ കോടതിയിൽ സമർപ്പിച്ചത്. ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഈ ജില്ലാ സെഷൻസ് കോടതിയിൽ അധിക തെളിവുകൾ ഹാജരാക്കിയിട്ടുള്ളത്. ആകെ 9 തെളിവുകൾ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതായത് മുൻകൂർ എത്ര തെളിവുകൾ? 9 തെളിവുകൾ രാഹുൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. രാഹുൽ ഈശ്വർ അല്ല പറയുന്നത് കേട്ടോ. കേട്ടല്ലോ. അതായത് 1 മാസം അടുപ്പിച്ച് നടത്തിയ പ്ലാനിങ് അത് എങ്ങനെ, അതായത് ഒരാളുടെ ഒരു അബദ്ധമായി മാറും? അതായത് ഇപ്പോൾ 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് നടത്തിയ പ്ലാനിങ് എങ്ങനെ ഒരു ഒരു റേപ്പായിട്ട് അത് മാറും, കൺവേർട്ട് ആവും? എനിക്കറിയാൻ പാടില്ല. അതേപോലെ വേറൊരു വീഡിയോ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് കാണാം. ഞാൻ ആക്ച്വലി എനിക്കറിയാവുന്ന ഒരു കാര്യം സമൂഹത്തെ അറിയിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഞാൻ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നു നിയമപരമായിട്ട് പോകേണ്ട കാര്യമില്ല എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. കാരണം എന്നെ സംബന്ധിച്ച് മെസ്സേജുകൾ വന്നു എന്നുള്ളതാണ്. അങ്ങനെ ശാരീരികമായ ഉപദ്രവങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രാപ്പുകളിലേക്ക് ഞാൻ വീണില്ല. ഞാൻ വിദഗ്ധമായി അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം.
എൻ്റെ ചോദ്യം, ഇവർക്ക്, അതായത് ഇവരൊരു പെൺകുട്ടിയാണ്, അത് ഇവർക്ക് ഒരു ബോധമില്ല. അതായത് ഇവർക്ക് ഇതേപോലത്തെ ഒരു സെക്ഷൽ ആയിട്ടൊരു സാധനം, ഇത് 2025 നമ്മളിപ്പോൾ 2025 കാലഘട്ടം 2025 നിൽക്കുന്നത്. അതായത് ഇവർക്ക് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരാളുടെ നിന്ന് അതായത് മിസ്ബിഹേവിയർ തോന്നിക്കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ, പുള്ളിക്കാരി പറഞ്ഞു കംപ്ലൈൻറ്റ് എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഫോണിൽ തന്നെ ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൊണ്ട് ബ്ലോക്ക് ചെയ്യുക. എന്തിനാ പിന്നെയും കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ അവരോട് പുള്ളിക്കാരന് സ്റ്റേൺ ആയിട്ട് പറയണം, അതിനോ എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് വർത്താനം ഇഷ്ടമല്ല, സ്റ്റേൺ ആയിട്ട് അങ്ങനെ പറയണം. അങ്ങനെ എന്തെങ്കിലും മിസ്ബിഹേവിയർ ഉണ്ടെങ്കിൽ അത് സ്റ്റേൺ ആയിട്ട് തന്നെ പറയണം. നമുക്ക് ബ്ലോക്ക് ഓപ്ഷൻ, അതായത് നമ്മൾ ഈ സാധനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട്, അതായത് 3, 4, 5, 6 മാസമൊക്കെ നമ്മളിവിടെ കൂട്ടും കൂടി കയ്യത്ത് തോളത്ത് വിട്ട് എല്ലാം നടന്ന് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു അവസരം വരുമ്പോൾ അല്ല ഇതെല്ലാം കൂടെ പൊക്കിക്കൊണ്ട് വരേണ്ടത്. അതായത് ഇത് തന്നെ ഈ കേസ് തന്നെ കുറേ നാളുകൾക്ക് മുമ്പ് നടന്ന കേസാണ്. അതിപ്പോഴാണ് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്, അത് വേറെ കാര്യം. പിന്നെ വേറൊരു വീഡിയോ ഉണ്ട്, അതുകൂടെ ഒന്ന് കാണാം. ഇപ്പോഴും താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നത്? കൂടുതൽ പിന്തുണയ്ക്കുന്ന കാര്യം 2 കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. മുമ്പ് നമ്മൾ കരുതിയിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അബദ്ധത്തിൽ കുട്ടി ഉണ്ടായിരുന്നതാണ്. നമ്മളെല്ലാം അങ്ങനെയാണ് വിചാരിച്ച് ശ്രദ്ധിച്ചു കാണും. അതായത് ഈ ഡെലിവറി ആയപ്പോൾ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയപ്പോൾ അറിയാതെ അബദ്ധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഗ്നന്റ് ആക്കി അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയെന്നാണ്. ഇതങ്ങനെയല്ല. 1 മാസം മുഴുവൻ പ്ലാൻ ചെയ്ത് എനിക്ക് കുട്ടി വേണമെന്നും മാർച്ച് മുഴുവൻ നമുക്ക് ട്രൈ ചെയ്യാമെന്നും ഇത്ര പ്ലാൻ ചെയ്തുണ്ടാക്കുകയാണ്. അങ്ങനെ പ്ലാൻ ചെയ്ത് കുഞ്ഞിനെ ഉണ്ടാക്കുന്നതിനെ പീഡനമെന്നാണോ നമ്മുടെ നാട്ടിൽ വിളിക്കുക? സത്യം, അതായത് 1 മാസം അടുപ്പിച്ച് പ്ലാൻ ചെയ്ത് ഇത് ഉണ്ടാക്കിയിട്ട് അതിനെ പീഡനം എന്ന് പറയുന്നത് എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇതേ ഒരാളെ കൊടുക്കാനാണെങ്കിൽ ഇത് പണ്ടോട്ടേ ഉള്ള ഒരു പരിപാടിയാണ്. അതായത് എന്തെങ്കിലും ഒരു സാധനം വരുമ്പോഴത്തേക്ക് ഇവരുടെ ബാക്കിയുള്ള കേസസ് എന്തെങ്കിലും വരുന്ന സമയത്ത് ഇത് നോർമലി ഇത് പൊളിറ്റിക്സിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് ഈ ഒരു മറ്റേ ശബരിമലയുടെ കേസാണെങ്കിലും ഞാനൊരു കാര്യം ചോദിക്കും, മറ്റേ ഈ സ്വപ്നയുടെ ഒരു കേസ് ഉണ്ടായിരുന്നു, അതിപ്പോൾ എന്തായി? അതിപ്പോൾ ഒന്നും ഇതായില്ലല്ലോ. ശബരിമലയുടെ കുറേ കേസുകളുണ്ട്, അതെല്ലാം ഇപ്പം മുക്കാനായിട്ട് വേറൊരു കേസ് കിട്ടി, അപ്പോൾ അത് പൊങ്ങി വരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വേറെ ഒരു വീഡിയോ കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് കണ്ടേക്കാം. ഒരു പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കും? മറ്റൊരു ഭർത്താവില്ലേ? പുതിയ സ്റ്റോറി ലൈൻ. ഓക്കെ, ഒറ്റ കാര്യം അല്ല, ഇതാണ് ഫാക്ട്. അഭിലാഷ് അറിഞ്ഞൂടെ? ഇനി ഒരു കാര്യം കൂടെ, അഭിലാഷ് അറിഞ്ഞൂടെ ആ പെൺകുട്ടി മാരീഡ് ആണെന്ന്? മാരീഡ് ആണെന്നറിയാം. മാരീഡ് ഭർത്താവ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവുക. മൂന്നാമതൊരാൾക്ക് ആളുകൾക്ക് അറിയാം. പെൺകുട്ടി മാരീഡ് ആയ ഭാര്യയാണോ ഉണ്ടാകുക? ഭർത്താവല്ലേ? എന്താണ് ഈ കേൾക്കുന്നത്? എന്താണ് ഈ കാണുന്നത്? ഇപ്പോ ഒരു 3-4 മാസം മുമ്പേ വിവാഹ വാഗ്ദാനം ചെയ്ത് ആ പെണ്ണിനെ വഞ്ചിച്ച് ഗർഭിണിയാക്കി എന്ന് പറഞ്ഞു. അത് കുറച്ച് നാൾക്ക് മുമ്പേ അത് വിവാഹ വാഗ്ദാനം കൊടുത്ത് ഗർഭിണിയാക്കി എന്ന് പറഞ്ഞായിരുന്നു കുറേ പരിപാടി, കുറേ നാൾക്ക് മുമ്പ്. ഇപ്പൊ നേരെ തിരിച്ച്. അതായത് ഞാൻ ചോദിക്കട്ടെ, ഇത് ശരിക്കും പറഞ്ഞാൽ ആരെ തെറ്റി? അതായത് ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഈശ്വറിനെ എന്ത് കാര്യത്തിനാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? സത്യങ്ങൾ പുറത്തു പറഞ്ഞതിന്റെ ബലത്തിലാണോ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത്? എനിക്കറിയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലുള്ള എല്ലാവരെയും ഇങ്ങനെ സത്യം തുറന്നു പറയുന്ന എല്ലാവരെയും പിടിച്ച് ജയിലിലിടേണ്ട വരും. ഇതേപോലത്തെ അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം.